ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷൻ പാർട്ട് 2 ആണിത്. ഇമ്പാക്റ്റ് ഓഫ് ഫ്രീ ജെറ്റ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നതും അത് ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്നതും പിന്നെ ഒരു കർവ്ഡ് പ്ലേറ്റിൻ്റെ കാര്യം സെൻറ്ററിൽ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അതിൽ ഒരു 3 ഡെറിവേഷനും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നുണ്ട്, കാരണം നല്ലൊരു PPT കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചുകൂടി മനസ്സിലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പവർ പ്ലാന്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടർബൈൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടോ, ബ്ലേഡ്സ് അറേഞ്ച് ചെയ്ത് കണ്ടോ, ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു റണ്ണറിൻ്റെ പെരിഫറിയിൽ നമ്മൾ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ റണ്ണറിനോട് കണക്റ്റഡ് ആയിട്ട് എന്തുണ്ടോ, ഒരു ഷാഫ്റ്റ് കണ്ടോ, ആ ഷാഫ്റ്റിൻ്റെ അറ്റത്താണ് നമ്മുടെ ആർമേച്ചർ കോയിലുള്ളത്. അപ്പോൾ ഈ റണ്ണർ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ ഒരു പെൻ സ്റ്റോക്കിൻ്റെ എൻഡ് കണ്ടോ, പെൻ സ്റ്റോക്കിൻ്റെ എൻഡ് അതിൻ്റെ അറ്റത്തൊരു നോസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് വെള്ളം വന്നിട്ട് ഈ റണ്ണറിലേക്ക് ഈ വെയിൻസിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈ വെലോസിറ്റിയിലേക്കും ഈ വാട്ടർ വരുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഈ ജെറ്റിനെ സ്ട്രൈക്ക് ചെയ്യും. ജെറ്റിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താവും, വെയിൻസിനെ സ്ട്രൈക്ക് ചെയ്യും. വെയിൻസിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വെയിൻസ് മൂവ് ചെയ്യാൻ തുടങ്ങും ആ പവർ കാരണം. വെയിൻസ് മൂവ് ചെയ്യുമ്പോൾ അത് ആ റണ്ണറും കൂടെ കറങ്ങും. റണ്ണർ കറങ്ങുമ്പോൾ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഷാഫ്റ്റ് കൂടെ കറങ്ങും. ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ആർമേച്ചർ കോയിൽ കറങ്ങും. ആ ആർമേച്ചർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് കറങ്ങുന്നത്. അപ്പോൾ എന്താവും, അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ പെൻ സ്റ്റോക്ക് ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലുള്ള പെൻ സ്റ്റോക്കിൽ നിന്ന് ഹൈ വെലോസിറ്റിയിൽ വാട്ടർ വരുമ്പോൾ അത് ജെറ്റിനെ സ്ട്രൈക്ക് ചെയ്യുമ്പം എന്തുമാത്രം വർക്ക് ഡൺ അവിടെ വരുന്നുണ്ട്, എന്തുമാത്രം ഇമ്പാക്റ്റ് ഈ വെയിൻസിലേക്ക് ട്രാൻസ്ഫേർഡ് ആവുന്നുണ്ട്. ആ ഇക്വേഷൻസാണ് നമ്മൾ ഇതുവരെ ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്, ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ് ഓഫ് ജെറ്റ്, അതായത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് പഠിക്കാനുണ്ട്, പിന്നെ ഓരോ ടർബൈൻ്റെ വർക്ക് ഡണ്ണും എഫിഷ്യൻസിയും അങ്ങനത്തെ ഒക്കെ പഠിക്കാനുണ്ട്. ബാക്കിയൊന്നും നമുക്ക് പഠിക്കാനില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ സ്റ്റേഷനറി പ്ലേറ്റ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ച് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 2 കേസാണ് മെയിനായിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഒരു ജെറ്റ് വന്ന് വെയിനിൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യാണ്, പക്ഷേ വെയിൻ മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറിയായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്. അതേ കേസ് തന്നെ വെയിൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് 2 കേസ്. ഇനി ആ 2 കേസിൻ്റെ ഉള്ളിൽ ആ പ്ലേറ്റ് വേർട്ടിക്കൽ ആണെങ്കിലുള്ള ഫോഴ്സ് എന്താണ്, പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആണെങ്കിലുള്ള ഫോഴ്സ് എന്താണ്, പ്ലേറ്റ് കേർവ്ഡ് ആണെങ്കിലുള്ള ഫോഴ്സ് എന്താണ്. ഇതേപോലെ മൂവിങ് പ്ലേറ്റും വേർട്ടിക്കൽ ആണെങ്കിൽ എന്താണ് ഫോഴ്സ് ട്രാൻസ്ഫേർഡ്, ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്താണ്, ആൻഡ് കേർവ്ഡ് ആണെങ്കിൽ എന്താണ് അവിടെയുള്ള ഫോഴ്സ് ട്രാൻസ്ഫേർഡ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ. അപ്പോൾ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ട്രാൻസ്ഫേർഡ് ടു ദ വെയിൻസ് when the water from the penstock strikes on the veins. അതാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിളാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഈ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമുക്കറിയാം, F=ma ആണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ. ഇപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനുള്ള ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ എ ടൈം ടി ബൈ ടൈം ടി ആണ് ആക്സിലറേഷൻ. അപ്പോൾ F=m നമുക്ക് എങ്ങനെ എഴുതാം, m ഇൻറ്റു വി ഇനീഷ്യൽ മൈനസ് വി ഫൈനൽ ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിന് ഞാൻ എമ്മിനെ ഉള്ളോട്ടേക്ക് എടുക്കുകയാണ്. mv1 മൈനസ് mv2 ബൈ ടി എന്ന് എഴുതാം. ഇതേ ഇക്വേഷൻ നമുക്ക് മാറ്റിയിട്ടില്ലേ. ഈ mv എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതിനാണ് നമ്മൾ മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. മൊമെൻറ്റം mv1 എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്. അതേപോലെ mv2 എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഫൈനൽ. mv1 എന്ന് പറഞ്ഞാൽ ഒരു ബോഡി, നമ്മളൊരു ബോഡീൻ്റെ മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി അത് മൂവ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. ഇനീഷ്യലി മൂവ് ചെയ്യുമ്പോൾ അതിന് v1 വെലോസിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ്ഡ് ആവും ഇല്ലേ. അപ്പോൾ ഇൻക്രീസ്ഡ് ആവുമ്പോൾ ആ ഇൻക്രീസ്ഡ് ആയ വെലോസിറ്റി v2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാവുമല്ലോ. അതെന്തായിരിക്കും, mv1 മൈനസ്
MV2 ആയിരിക്കും അല്ലേ. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം MV1 മൈനസ് MV2 ആയിരിക്കും. ഓക്കെ, MV1 മൈനസ് MV2 ആയിരിക്കും ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ജെറ്റ് ഓൺ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്നാണ് F ഈസ് ഈക്വൽ ടു M ഇൻറ്റു V1 മൈനസ് V2 ഡിവൈഡ് ബൈ T എന്ന് എഴുതി. ഈ M/T എന്ന് പറയുന്നത് നമുക്ക് റോ AV എന്ന് എഴുതാൻ ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ M/T നമ്മൾ റോ AV എന്ന് എഴുതി. അപ്പോൾ M/T ഈസ് ഈക്വൽ ടു റോ AV ആവുമ്പോൾ F ഈസ് ഈക്വൽ ടു റോ AV ഇൻറ്റു V1 മൈനസ് V2 നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. F ഈസ് ഈക്വൽ ടു M എന്നാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. അതിൽ A ഈസ് ഈക്വൽ ടു V1 മൈനസ് V2 ബൈ T ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? F ഈസ് ഈക്വൽ ടു MV1 മൈനസ് MV2 ഡിവൈഡ് ബൈ ടൈം എന്ന് കിട്ടും. MV1 മൈനസ് MV2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അത് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് ഒരു ബോഡീൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണെന്ന് പറയാം. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ ഇസ് M/T ഇൻറ്റു V1 മൈനസ് V2 എന്നാണ്. ഈ M/T എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറ്റിൻ്റെ കേസിൽ നമുക്ക് റോ AV എന്ന് എഴുതാം. വെർ റോ ഈസ് ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ ആൻഡ് A ഈസ് ദി ഏരിയ ഓഫ് ജെറ്റ്. ജെറ്റിൻ്റെ ഡയമീറ്ററൊക്കെ നമുക്ക് മിക്കവാറും തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ജെറ്റ് ആൻഡ് V ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ഇൻകമിങ് ജെറ്റ്. ദെൻ അപ്പോൾ M/T ഈസ് ഈക്വൽ ടു റോ AV. ദെൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ AV ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ദെൻ ഇതിൻ്റെ ഓരോ കേസായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇതാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിളാണ് മെയിനായിട്ടുള്ള നമ്മൾ ഈ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ വെയിൻസ് കണ്ടുപിടിക്കാനുള്ള പ്രിൻസിപ്പൾ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിളാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ജെറ്റിൻ്റെയും, അതായത് ഒരു സ്റ്റേഷനറി വെയിനാണ്, അതിൻ്റെ മേലെ ഒരു ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ്, അതൊക്കെ കണ്ടുപിടിക്കാൻ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാണ്. അപ്പോൾ ഓരോ കേസിലും നമ്മൾ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കേസ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ അത് ഇൻക്ലൈൻഡ് പ്ലേറ്റ് ആണെങ്കിലുള്ള കേസ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ മൂവിങ് പ്ലേറ്റിൻ്റെ കാര്യം ഞാൻ പറയാം, അതവിടെ നിൽക്കട്ടെ. ദെൻ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ് വെൻ ദി ജെറ്റ് സ്ട്രൈക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് കർവ് ആണെങ്കിലാണ് ഈ ഇക്വേഷൻ വരിക. വെൻ ദി ജെറ്റ് സ്ട്രൈക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് കർവ് ആണെങ്കിലുള്ള ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഇനി അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. 3 കേസ്, 3 സ്റ്റേഷനറി പ്ലേറ്റ്സ് ആണ്. ഒന്ന് വെർട്ടിക്കൽ ആയിരുന്നു, ഒന്ന് ഇൻക്ലൈൻഡ് ആയിരുന്നു, ഒന്ന് കേർവ്ഡ് ആണ്. കേർവ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതാണ്. നമ്മുടെ ടർബൈൻസിൽ മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നൊരു, അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് വെച്ച് അതിൻ്റെ സെൻറ്ററിലേക്കോ അല്ല ഇൻക്ലൈൻഡ് പ്ലേറ്റ് വെച്ച് അതിൻ്റെ സെൻറ്ററിലേക്കോ അല്ല, ഒരു കേർവ്ഡ് പ്ലേറ്റ് ആയിരിക്കും മിക്കവാറും എല്ലാ ടർബൈൻ്റെയും വെയിൻസ്. അപ്പോൾ അതിലേക്ക് എന്താണ് ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ടിപ്പിലാണ്, സെൻറ്ററിലല്ല മിക്കവാറും ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുക, സെൻറ്ററിലല്ല, അതിൻ്റെ ഒരു ടിപ്പിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് അടുത്ത ടിപ്പിലൂടെ പുറത്തേക്ക് പോകുന്ന പോലെയാണ് മിക്കവാറും ടർബൈൻസിലൊക്കെ ടർബൈൻസിലൊക്കെ വെയിൻസ് ഉണ്ടാവുക. അതായത് ഈ ഫിഗറിൽ തന്നെ നോക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫിഗറിൽ ഒരു റേഡിയലി കേർവ്ഡ് വെയിൻ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴേന്ന് ഒരു നോസിൽ വരുന്നുണ്ടോ, ആ നോസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻസ്റ്റോക്കിൻ്റെ എൻഡാണ്. ആ പെൻസ്റ്റോക്കിൻ്റെ എൻഡിൽ നിന്ന് വാട്ടർ വന്നിട്ട് ഇതിൻ്റെ ടിപ്പിലേക്ക് സ്ട്രൈക്ക് ചെയ്യാണ്. ടിപ്പിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് അപ്പോൾ ആ ഫോഴ്സ് കാരണം ഈ ജെറ്റിന്, ഈ വെയിനിന് വേണമെങ്കിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ സ്റ്റേഷനറി നിൽക്കാം. എന്നിട്ട് ആ വാട്ടർ എന്താണ്, വിത്തൗട്ട് ഷോക്ക് ഇത് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഈ വിത്തൗട്ട് ഷോക്ക് എന്ന് അവിടെ ഒരു വേർഡ് ഉണ്ടെങ്കിൽ ഈ പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന വെലോസിറ്റി V ആണെങ്കിൽ അതേ വെലോസിറ്റിയിൽ അത് പുറത്തേക്ക് പോവാണ്. ഇങ്ങനെ ഒരു കേസിൽ എന്തായിരിക്കും ഫോഴ്സ് എക്സർട്ടഡ്? ഈ ജെറ്റ് ഈ വെയിനിൻ്റെ മേലേക്ക്
അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇമ്പൾസ് മൊമെൻറ്റം തിയറി പ്രകാരം അറിയാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി എന്നാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വി ആണ് ഇനീഷ്യൽ വെലോസിറ്റി. പക്ഷേ ആ വി എങ്ങനെ എടുക്കണം? ഇവിടെ ഇൻക്ലൈൻഡ് ആണ് വി അല്ലേ? അപ്പോൾ അതിന് രണ്ട് കോമ്പണൻ്റ് ഉണ്ടാവും. ഈ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ തീറ്റ ആണെങ്കിൽ അതിന് രണ്ട് കോമ്പണൻസ് ഉണ്ടാവും. വി കോസ് തീറ്റ ഉണ്ടാവും, വി സൈൻ തീറ്റ ഉണ്ടാവും. അത് നമ്മൾ ഏത് കോമ്പണൻ്റ് എടുക്കും ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ? അവിടെ എഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് വേണം എടുക്കാൻ. എഫ് വൈ കണ്ടുപിടിക്കുമ്പോൾ വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് വേണം എടുക്കാൻ. നമ്മൾ എഫ് വൈ സാധാരണ കണ്ടുപിടിക്കാറില്ല, എഫ് എക്സ് മാത്രമേ കണ്ടുപിടിക്കാറുള്ളൂ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് മാത്രമേ കണ്ടുപിടിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് റോ എ വി അതവിടെ നിൽക്കട്ടെ ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദി ഡയറക്ഷൻ ഓഫ് എക്സ്. ഇവിടെ ഫിഗറിൽ എന്താണ്? ഇൻ ദി ഡയറക്ഷൻ ഓഫ് എക്സ് ഇനീഷ്യൽ വെലോസിറ്റി വി കോസ് തീറ്റ ആണ്. മൈനസ് ഫൈനൽ വെലോസിറ്റി എന്താണ്? ഇൻ ദി ഡയറക്ഷൻ ഓഫ് എസ്, അതും വി കോസ് തീറ്റ ആണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ നോക്ക്. നമ്മൾ ഇൻലെറ്റിൽ, അതായത് ഈ റേഡിയലി കർവ്ഡ് വെയിനിൻ്റെ താഴെയുള്ള ടിപ്പിനെ നമ്മൾ ഇൻലെറ്റ് എന്നും മേലെയുള്ള ടിപ്പിനെ ഔട്ട്ലെറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ജെറ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്. വിത്തൗട്ട് ഷോക്ക് ആയതുകൊണ്ട് അത് പുറത്തേക്ക് പോകുന്ന വി വെലോസിറ്റിയിലാണ്. അപ്പോൾ അതിനെ രണ്ട് കോമ്പണൻ്റ് ആക്കി തിരിച്ചു നമ്മൾ വി കോസ് തീറ്റ വി സൈൻ തീറ്റ ഇൻലെറ്റിലും രണ്ട് കോമ്പണൻ്റ് ആക്കി ഔട്ട്ലെറ്റിലും രണ്ട് കോമ്പണൻ്റ് ആക്കി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇൻലെറ്റിൽ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എക്സ് വി കോസ് തീറ്റ ആണ്. ഔട്ട്ലെറ്റിലും വി കോസ് തീറ്റ ആണ്. പക്ഷേ ഡയറക്ഷൻ എന്താണ്? നമ്മൾ ഇൻലെറ്റിലെടുത്ത വി കോസ് തീറ്റയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് മൈനസ് വി കോസ് തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി വി കോസ് തീറ്റ മൈനസ് ഫൈനൽ വെലോസിറ്റി മൈനസ് വി കോസ് തീറ്റ. അപ്പോൾ എന്തായി? 2v കോസ് തീറ്റ എന്നായി. റോ എ വി ഇൻറ്റു 2v കോസ് തീറ്റ. അപ്പോൾ നമുക്കതിനെ റീഅറേഞ്ച് ചെയ്താൽ 2 റോ എ വി സ്ക്വയർ കോസ് തീറ്റ. അതാണ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ്. ഓക്കെ, ഇനി അടുത്ത കേസ്, അത് നമ്മളിപ്പോൾ പറഞ്ഞ കേസ് സിമ്മെട്രിക്കലായിട്ടാണ് നമ്മുടെ ജെറ്റ് വന്നിട്ട് സിമ്മെട്രിക്കൽ പ്ലേറ്റിനെയാണ് ഇത് സ്ട്രൈക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം, നമ്മൾ ഇൻലെറ്റിൽ വി എന്ന് പറയുന്ന വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഈ പ്ലേറ്റ്, അതായത് ഈ കേർവ്ഡ് പ്ലേറ്റ് സിമ്മെട്രിക്കൽ ആണെങ്കിൽ ഈ പുറത്തേക്ക് പോകുന്ന വെലോസിറ്റി വിയും ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. അതാണ് സിമ്മെട്രിക്കൽ പ്ലേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇൻലെറ്റിൽ വരുന്ന ജെറ്റിൻ്റെ വെലോസിറ്റിയും ഹൊറിസോണ്ടലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, അതേപോലെ തന്നെ ഔട്ട്ലെറ്റിലും എന്തായിരിക്കും? പോകുന്ന വെലോസിറ്റിയും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിനെ നമ്മൾ സിമ്മെട്രിക്കൽ പ്ലേറ്റ് എന്നാണ് വിളിക്കുക. അപ്പം ഉണ്ടാവുന്ന ഇക്വേഷനാണ് എഫ് എക്സിൻ്റെ 2 റോ എ വി സ്ക്വയർ കോസ് തീറ്റ. ഈ ഇക്വേഷൻ പ്ലേറ്റ് അൺസിമെട്രിക്കൽ ആണെങ്കിൽ മാറും. അതെങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലേറ്റ് അൺസിമെട്രിക്കൽ ആണെങ്കിൽ ഇതാ ഇവിടെ കാണുന്നില്ലേ നമ്മൾ ഫിഗറിൽ, ഇൻകമ്മിങ് ജെറ്റിൻ്റെ വെലോസിറ്റി വി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണ്. പക്ഷേ പ്ലേറ്റ് അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് ഈ ഔട്ട് ഗോയിങ് വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മാറും. അതിൻ്റെ ആംഗിൾ നമുക്ക് ഫൈ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാറും. എങ്ങനെ മാറും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ആണ്. ഇപ്പോൾ റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി വി കോസ് തീറ്റ, ഫൈനൽ വെലോസിറ്റി എന്താണ്? വി കോസ് വൈ. അതും ഡയറക്ഷൻ ചേഞ്ച് ഉള്ളതുകൊണ്ട് മൈനസ് വി കോസ് വൈ. അപ്പം നമ്മൾ എന്താവും ഇക്വേഷൻ? റോ എ വി ഇൻറ്റു വി കോസ് തീറ്റ മൈനസ് വി കോസ് വൈ, അതായത് വി കോസ് തീറ്റ പ്ലസ് വി കോസ് വൈ. അപ്പോൾ വീനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. റോ എ വി സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് വൈ എന്നാവും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് ടഫാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഈ വെയിൻസ് സ്റ്റേഷനറി ആയി നിൽക്കുന്ന സമയത്താണ് ഇല്ലേ. ഇനി വെയിൻ മൂവ് ചെയ്യണം, അതായത് സ്റ്റേഷനറി ആയി നിൽക്കുക എന്ന് പറയുന്ന ഒരു കേസ് ഒരിക്കലും പോസിബിൾ അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെയിൻ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ പവർ കാരണം, ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പം ആ പവർ കാരണം വെയിൻ എന്തായാലും മൂവ് ചെയ്യും അല്ലേ. അത്രയും പവറിലല്ലേ വാട്ടർ വരുന്നത്, അപ്പോൾ വെയിൻ എന്തായാലും മൂവ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ ഇവിടെ തന്നെ നമ്മൾ എടുത്ത് നോക്കുക, സ്റ്റേഷനറി പ്ലേറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുക. വെർട്ടിക്കൽ സ്റ്റേഷനറി പ്ലേറ്റിൻ്റെ കേസിൽ ജെറ്റ് വന്ന് ഇതിൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യുന്നു. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വ്യത്യാസം വരികയെന്ന് വെച്ചാൽ ഈ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും കഷ്ണം, മരത്തിൻ്റെ കഷ്ണം അങ്ങാണ്ട് എടുക്കുക, അതിൻ്റെ മേലേക്ക് നമ്മൾ ഹൈ വെലോസിറ്റിയിൽ ഒരു വാട്ടറിൻ്റെ ജെറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഈ വരുന്ന ജെറ്റിൻ്റെ മുഴുവൻ വെലോസിറ്റി അപ്പോൾ ഇതിലേക്ക്, ഇത് മൂവിങ് ആണെങ്കിൽ മുഴുവൻ വെലോസിറ്റി, അതിൻ്റെ മുഴുവൻ പവർ ഇതിലേക്ക് ട്രാൻസ്ഫേർഡ് ആവില്ല. ഓക്കെ, അതായത് ആ മൂവ്മെൻറ്റ് കാരണം ആ വെലോസിറ്റിയിൽ ഒരു ചെറിയ കുറവുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ഈ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി വിയും പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി യു ആണെങ്കിൽ ഇവിടെ എഫക്റ്റീവായിട്ട് ഉണ്ടാവുന്ന വെലോസിറ്റി വി മൈനസ് യു ആയിരിക്കും. റിലേറ്റീവ് വെലോസിറ്റിയാണ് അവിടെ എഫക്റ്റീവായിട്ട് ഉണ്ടാവുക. അത് നിങ്ങൾ ഓർത്താൽ മതി. നമ്മളെന്തെങ്കിലും ഒരു വെയിൻ്റെ മേലേക്ക് ഒരു ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ വെയിൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ പവർ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതെന്തായാലും മൂവ് ചെയ്യല്ലേ, അത് സ്റ്റേഷനറി നിൽക്കുകയാണെങ്കിൽ വരുന്ന ഫുൾ വെലോസിറ്റി അതിൻ്റെ മേലെ പവർ അപ്ലൈ ചെയ്യും. പക്ഷേ ഇത് മൂവ് ചെയ്യുമ്പോൾ എന്താണ്, കുറച്ചൊരു പവർ കുറയും. അതെന്താ കാരണം വെച്ചാൽ ഇത് രണ്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയാണ് അവിടെ അപ്ലൈഡ് ആവുന്നുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ നിങ്ങൾ ആ കൺസെപ്റ്റിനെക്കാട്ടും ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ജസ്റ്റ് പറയാം. ഈ സ്റ്റേഷനറി പ്ലേറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻകമിങ് ജെറ്റിൻ്റെ വെലോസിറ്റി വി, പ്ലേറ്റിൻ്റെ മൂവിങ് വെലോസിറ്റി യു ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഈ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മുഴുവൻ വെലോസിറ്റിയുടെ എഫക്റ്റ് കിട്ടില്ല. പകരം നമ്മൾ എടുക്കേണ്ട വെലോസിറ്റി വി മൈനസ് യു ആണെന്ന് പറഞ്ഞു. അപ്പോൾ റോ എ വിയിൽ വിക്ക് പകരം നമ്മൾ വി മൈനസ് യു എന്ന് കൊടുക്കുക. അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഫുൾ വി എടുക്കാൻ പറ്റില്ല, വി മൈനസ് യു എന്ന് കൊടുക്കുക. ഫൈനൽ വെലോസിറ്റി ഇല്ല, ഇൻ ദി ഡയറക്ഷൻ ഓഫ് എക്സ്, അപ്പോൾ 0. അപ്പോൾ എന്താ വരിക, ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു റോ എ ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു വി മൈനസ് യു, റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അത് നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യാൻ സ്റ്റേഷനറി പ്ലേറ്റിൻ്റെ മേലെയുള്ള സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ്, സ്റ്റേഷനറി ഇൻക്ലൈൻഡ് പ്ലേറ്റ്, സ്റ്റേഷനറി കേർവ്ഡ് പ്ലേറ്റിൻ്റെ 2 കേസ് ഇത് പഠിക്കുക. എന്നിട്ട് എവിടെയൊക്കെ നിങ്ങൾ വി കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ വി മൈനസ് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൂവിങ് പ്ലേറ്റിൻ്റെ കേസിൽ അങ്ങനെയാണ്. നിങ്ങൾ സ്റ്റേഷനറി പ്ലേറ്റിൽ എവിടെയൊക്കെ വി കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ മൂവിങ് ആണെങ്കിൽ എന്ത് കൊടുക്കുക, വി മൈനസ് യു എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വേർട്ടിക്കൽ പ്ലേറ്റിൻ്റെ സ്റ്റേഷനറിയുടെ ഇക്വേഷൻ റോ എ വി സ്ക്വയർ ആയിരുന്നു. മൂവിങ് ആണെങ്കിൽ റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ. അതേപോലെ ഇൻക്ലൈൻഡ് പ്ലേറ്റ് ആണെങ്കിൽ നോക്കിക്കോ, എഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എഫ് എന്നിൻ്റെ ഇക്വേഷൻ റോ എ വി സ്ക്വയർ സൈൻ തീറ്റ എന്നായിരുന്നു. അപ്പോൾ അത് മൂവിങ് ആണെങ്കിൽ എന്തായി, ആ വിക്ക് പകരം വി മൈനസ് യു ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ റോ എ ഇൻറ്റു വി മൈനസ് യു സ്ക്വയർ സൈൻ തീറ്റ എന്നായി. ഇനി ഇതാ കേർവ്ഡ് പ്ലേറ്റ് റോ എ വി സ്ക്വയറിൻ്റെ 1 + കോസ് തീറ്റ എന്നായിരുന്നു. അപ്പം മൂവിങ് ആകുമ്പോഴത്തേക്ക് റോ എ ഇൻറ്റു വി മൈനസ് യു സ്ക്വയറിൻ്റെ 1 + കോസ് തീറ്റ. എവിടെയൊക്കെ നിങ്ങൾ സ്റ്റേഷനറിയിൽ വി കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ വി മൈനസ് യു എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൂവിങ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ.